ഇതാണ് ഞങ്ങളുടെ വീട്. ഇതാണ് ഞങ്ങളുടെ വീട്. ഒരു കുറേ കൊല്ലം പഴക്കമുള്ള വീടാണ് ഞങ്ങളുടെ. അവിടെ ഒരു പൈപ്പ്, പണ്ട് ഈ പൈപ്പിൽ നിന്നായിരുന്നു എല്ലാവരും വെള്ളമൊക്കെ കോരിരുന്നത്, അല്ല മീൻസ് നിറച്ചിരുന്നത്. കുന്നിൻ്റെ മുകളിലേക്കൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. നല്ല വീട്ടിൽ ഇവിടെ കിണർ അടുത്ത കൊല്ലാകുമ്പോഴേക്കും വീട് ഒക്കെ പൊളിച്ചിട്ട് പണിയാൻ പറ്റണേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഇതാണ് പണി റൂം. ഇതാണ് ഇത് തറകപരയായിട്ട് രൂപാന്തരം ഭാവിച്ചേക്കാണ്. തറകപരയാക്കിയേക്കാണ്. അവിടെ ബാക്കിൽ അമ്മാമ്മയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി. അങ്ങനെയായിട്ട് നമ്മുടെ വീട് എന്തൊട്ടത് ഇതാണ് ഞങ്ങളുടെ അമ്മ. അടുത്ത കൊല്ലം ഈ വീടുണ്ടാവില്ലല്ലോ, നമ്മുടെ തറക്കല്ലില്ലേ. അപ്പം അത് കാരണം നമ്മൾ ഹോം ടൂർ നടത്തുകയാണ്. ഇത് നമ്മൾ കയറി വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഞങ്ങളുടെ പൂജാ റൂം. എല്ലാവിധ ദൈവങ്ങളും അനുഗ്രഹിച്ച് അടുത്ത കൊല്ലം ചിങ്ങത്തിൽ നമുക്ക് തറക്കല്ലിടാനുള്ള യോഗം ഉണ്ടാവണേ എന്ന് ഞങ്ങൾ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇതാണ് അത് അച്ചാച്ചൻ. ഇത് ശാരദ. ഇത് തങ്കപ്പച്ചാച്ചൻ, അമ്മേരെ അച്ഛൻ. ഇത് സരോജിനി അമ്മാമ്മ, അച്ഛൻ്റെ അമ്മ. ഇത് അപ്പുക്കുട്ടൻ, അച്ഛൻ്റെ അച്ഛൻ. ഇനി ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഞാനും എൻ്റെ കല്യാണത്തിനെടുത്തത്, മാമൻ്റെ കല്യാണത്തിനെടുത്തത് ഞങ്ങൾ. ഇത് ഷൈജു വർഷ. ഇത് വീണ്ടും ഞങ്ങൾ. പിന്നെ ഒക്കെ ആയിട്ട് ഇവിടെ അച്ഛനമ്മ. ഇവിടെ ഗ്രില്ലാണ്. ഇവിടെ ഒരു കട്ടിലുണ്ട്. പണ്ട് അമ്മാമ്മ കിടന്നുണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾ ഓരോരുത്തരും ഈ കട്ടിലാണ് തല ഇല്ലാണ്ട് വരുമ്പോൾ കിടക്കുന്നത്. ഇവിടെ കസാരയിട്ടേക്കുന്നു, ഇവിടെ കട്ടിൽ. നേരത്ത് തന്നെ ഒരു ചെറിയ റൂമുണ്ട്. അധികം വലിയ റൂമൊന്നുമല്ല, ചെറിയ സെറ്റപ്പുള്ള. കട്ടിലിട്ടാൽ പിന്നെ വേറെ ആർക്കും കിടക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കുഞ്ഞു റൂം. ഇവിടെ ജനല. ഇവിടെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചിരുന്നു. അങ്ങനെ അതിന് ശേഷം നമുക്ക് ഹാളിലേക്ക് കടക്കാം. ഹാളിൽ ഇങ്ങനൊരു ഊണുമേശ ഇട്ടിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജ്, TV, അലമാര, ഇതൊക്കെ നമ്മുടെ ഹാളിലുണ്ട്. ലിവിങ് റൂമിൽ കുറച്ച് ഫോട്ടോസ്, നമ്മുടെ കേശു ബേബിയുടെ ഫോട്ടോസും വെച്ചിട്ടുണ്ട്. ഇത് കേശു ബേബിയുടെ പൈസ കൊടുക്കുകയാണ്. ഐഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈസ ശേഖരിക്കുന്നതെന്നാണ് പറയണത്. ഞങ്ങൾ 1 രൂപ 2 രൂപയൊക്കെ വെച്ച് ഇതിലേക്ക് സംഭാവന ദിവസം ചെയ്യുന്നതായിരിക്കും. എൻ്റെ അച്ഛന് SNDP വക കുറേ നാൾ. അത് SNDP അല്ല, പൂയം അല്ല, പൂയത്തിൻ്റെ നടത്തിയതിന് കിട്ടിയ ഒരു സമ്മാനമാണ്. വിഷ്ണു ഭയങ്കര പഠിക്കുന്ന കുട്ടിയായിരുന്നു. എന്ത് ചെയ്യാം. അങ്ങനെ അവിടെ ചെറിയൊരു അലമാരയുണ്ട്. അലമാരയിലൊന്നുമില്ല, സാധാരണമാരി തന്നെ ഉള്ള ആക്കറി കുക്കറി സാധനങ്ങൾ മാത്രമേ ഈ അലമാരയിലുള്ളൂ. അവിടെ അമ്മ അടുക്കി പറക്കിയിട്ടൊന്നുമില്ല നമ്മുടെ വീട്. എന്നാലും നമ്മൾ പിന്നെ ഇതാണ് നമ്മുടെ റൂം. ഈ റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഈ മുകളിൽ അട്ടന്മാരിട്ടേക്കാണ്. ഓടായ കാരണം എന്താ കണ്ട ചെതലൊക്കെ വന്നു തുടങ്ങി. വീട് അടുത്ത കൊല്ലം ചിങ്ങത്തിൽ നമ്മൾ തറക്കല്ലിടുന്നു. പണ്ടത്തെ സ്വിച്ചൊക്കെ ഇങ്ങനെയായിരുന്നു. പണ്ട് സ്വിച്ച് ഇങ്ങനെയാണ്. നമ്മുടെ അക്കോർഡിങ്ങല്ലേ ഗേറ്റ്. അതാ നമ്മുടെ പണ്ട് റൂമൊക്കെ കാണിച്ചു കൊടുത്തു. ഇതാണ് അപ്പുണ്ണി. ഇത് രമണി ചേച്ചിയുടെ വീട്. രമണി രാഘവൻ പിള്ളൈ. അതിപ്പോൾ മതി, ഇല്ല പിന്നെ മതി, വേറെ കാണിച്ചു കൊടുക്കട്ടെ.
ഇതാണ് നമ്മുടെ അടുക്കള. ഇത്തിരി വൃത്തികേടൊക്കെ ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി വേറൊരു സന്ദർഭം നോക്കിയെന്നാൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. പിന്നെ മിക്സി സ്റ്റാൻഡ്. നിലത്തൊന്നും നമ്മൾ ടൈലിട്ടിട്ടില്ല അടുക്കളയിൽ. അപ്പോൾ ആദ്യം വളർത്ത അടുക്കളയിൽ സാധനങ്ങളാണ്. ഇതാണ് ഓണത്തിന് നമ്മൾ ഫുഡ് വാങ്ങിച്ചതാണ്. അല്ലാണ്ട് ഇത് പ്രസവക്കൊട്ടയല്ല, ആരും തെറ്റിദ്ധരിക്കരുത്. ഫുഡ് വാങ്ങിച്ചതാണ്. സാധനങ്ങളൊക്കെ അന്ന് കുറച്ച് പാചകം കൂടുതലല്ലോ, അപ്പം അങ്ങനെയാണ്. ഇത് ഞാൻ തന്നെ ചിലവാക്കാൻ തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ വേറൊരു റൂം. പണ്ട് ഇത് അരിഞ്ചാക്ക് റൂം എന്നാണ് പറയാറ്. കാരണം ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ അരിഞ്ചാക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ റൂമിലായിരുന്നു. അപ്പോൾ ആൾക്കാരില്ലാണ്ടാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഈ റൂമിലൊക്കെ കിടക്കും. അലമാര, ഇത് കിടക്കാൻ ഉപയോഗിക്കുന്ന പായകൾ, അങ്ങനെയൊക്കെ ആയിട്ട് ഈ റൂമിൻ്റെ അവസ്ഥ. പിന്നീട് ഞങ്ങളുടെ ബാക്ക് സൈഡ് പണ്ടത്തോണം മേശയാണ്. പണ്ടത്തോണം മേശ ഇവിടെ കൊണ്ടുവന്നിട്ടു എന്ന് മാത്രം. പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ കുറച്ചധികം കുക്കറി ഉണ്ട്. ഇതിലുള്ള പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. മറ്റേത് അമ്മിത്തറ. ദിസ് ഈസ് അമ്മിത്തറ. ഫോക്കസ് ചെയ്യൂ. അതാണ് അമ്മിത്തറ. പിന്നെ ഇവിടെ ഒരു വാഷ് ബേസൻ, ഗ്യാസ് കുറ്റി ഒക്കെ ഇവിടെ വെച്ചിരിക്കുന്നു. പിന്നെ ഇത് ഗ്രില്ല്. ഇവിടെ ഷീറ്റാണ് ഇട്ടേക്കുന്നത്. ഈ ഭാഗത്ത് ഷീറ്റാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇവിടെയാണ് കൊട്ടത്തളം. ഇവിടെ വാഷിംഗ് മെഷീൻ. പിന്നെ ഇവിടെ ബാത്റൂം ഒക്കെ ആയിട്ട് ഇവിടെ പുറത്ത് കത്തിക്കണ അടുപ്പ്. ഇവിടെ മുകളിലും അമ്മേരെ വിറക് സംരക്ഷണം ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് കരാൻ ചേർന്ന ചെടികളും കൊളാമ്പി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അടുത്ത കൊല്ലം ഈശ്വരൻ അനുഗ്രഹിച്ച് നമുക്ക് ഈ വീട്ടിന് തറക്കല്ലിടാനായിട്ട് യോഗ ഉണ്ടാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ.